Hi everyone, this is Ebin Say from Evika. iOS 27 ഇപ്പോൾ ഡെവലപ്പർ ബീറ്റ 1 റിലീസായിട്ട് നമ്മൾ അതിനൊരു ക്വിക്ക് റിവ്യൂ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തൊട്ട് താഴത്ത് എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഒരു വീഡിയോയിൽ iOS 27ൻ്റെ കുറച്ചധികം ഹിഡൻ ട്രിക്സും അതോടൊപ്പം ഫീച്ചേഴ്സുമാണ് നമ്മൾ നോക്കുന്നത്. ഇതേപോലുള്ള ആപ്പിൾ എക്സ്ക്ലൂസീവ് കാര്യങ്ങൾ നിങ്ങൾക്കറിയണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓഫ് കോഴ്സ് ഇതേപോലുള്ള അടിപൊളി നേഷൻ ജേഴ്സീസിൻ്റെ വാൾപേപ്പർ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ എവിക്കയുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്താൽ മതി. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ ദിസ് ഇസ് എബിൻ സേവിയ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഏറ്റവും ആദ്യത്തെ ഹിഡൻ ഫീച്ചറാണ് കോപ്പി പേസ്റ്റ്. കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട്. അതോടൊപ്പം ക്ലിപ്പ് ബോർഡ് കീബോർഡിൽ ആക്സസ് ചെയ്യാം. നമ്മുടെ യൂട്യൂബിൻ്റെ ചാനൽ എടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ആണെങ്കിൽ ഇതേപോലെ ഈസി ആയിട്ട് ഷെയർ ചെയ്യാം. നേരെ ഈ പൊക്കത്ത് കാണുന്ന 3 ഡോട്ട്സിൽ ടാപ്പ് ചെയ്യാം. ഇവിടെ ഷെയർ എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ലിങ്ക് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്യേണ്ടത് നേരെ പേസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ എവിടെയാണ് പേസ്റ്റ് ചെയ്യേണ്ടത് ജസ്റ്റ് കീബോർഡ് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ പൊക്കത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും യൂട്യൂബ് എന്ന്. ഒന്നുകൂടെ ടാപ്പ് ചെയ്യാം. അവിടെ പേസ്റ്റ് ഫ്രം യൂട്യൂബ് ഉണ്ട്. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ കോപ്പി ചെയ്ത ലിങ്ക് ഈസി ആയിട്ട് പേസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്ത വന്നിരുന്ന ഹിഡൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഫോട്ടോസ് ആപ്പിൽ കുറേയധികം ഫണ്ടമെൻ്റലായ ചേഞ്ചസ് നമുക്ക് വന്നിട്ടുണ്ട്. ഫോട്ടോസ് ആപ്പ് എടുക്കാം. ഇപ്പോൾ ഫോട്ടോസ് ആപ്പിൽ ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യണം. നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ടപ്പ് 26ൻ്റെ വാച്ച് പാർട്ടിയാണ് ഇവിടെ ഞാൻ പ്ലേ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയുടെ സ്ക്രബിൾ ബാറിൽ നോക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു സബ് ടൈറ്റിൽസ് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ പറയുന്ന സബ് ടൈറ്റിൽസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് പുതിയ വീഡിയോസിന് മാത്രമല്ല പഴയ വീഡിയോസിനും നമുക്ക് ജനറേറ്റ് ചെയ്യാം. ഇവിടെ ലാംഗ്വേജ് നോക്കുമ്പോൾ ട്രാൻസ്ക്രിപ്റ്റ് വരുന്നത് നമുക്ക് ഇംഗ്ലീഷാണ്. അതോടൊപ്പം സ്റ്റൈൽ നോക്കുമ്പോൾ കുറേയധികം സ്റ്റൈലുകൾ ഇവിടെ നമുക്ക് കാണാം. ഇനി മൾട്ടിപ്പിൾ സ്റ്റൈൽ ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ മാനേജ് സ്റ്റൈൽ എടുക്കുമ്പോൾ ഇവിടെയും കുറച്ചധികം സ്റ്റൈൽസും ഒരു പുതിയ സ്റ്റൈൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പറയുന്ന ഒരു വീഡിയോയിൽ എനിക്ക് പെർട്ടിക്കുലർ ഫ്രെയിം ഫോട്ടോ ആയിട്ട് വേണം. ഞാനത് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പൊതുവേ നമുക്ക് ഇഷ്ടമുള്ളൊരു ഫ്രെയിം വേണമെങ്കിൽ അത് യൂഷ്വലി നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കാനാണ് പതിവ്. അതിന് പകരം ഞാൻ എവിടെയാണ് എനിക്ക് പെർട്ടിക്കുലർ ഫ്രെയിം വേണ്ടത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ആ ഒരു വീഡിയോ പോസ് ചെയ്തു അല്ലെങ്കിൽ നിർത്തി. പൊക്കത്താണ് ഈ 3 ഡോട്ട് ടാപ്പ് ചെയ്യുമ്പോൾ സേവ് വീഡിയോ ഫ്രെയിം ആസ് ഫോട്ടോ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഫ്രെയിം പെർട്ടിക്കുലർ ആയിട്ട് ഒരു ഫോട്ടോ ആയിട്ട് മാറിയിരിക്കുന്നത് കാണാൻ പറ്റും. സ്ക്രീൻഷോട്ടിനെക്കാട്ടും മച്ച് ബെറ്റർ ആയിരിക്കും വീഡിയോ ഫ്രെയിം നമ്മൾ സേവ് ചെയ്യുമ്പോൾ. നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു ഫോട്ടോ ഡയറക്റ്റായിട്ട് നമ്മുടെ ഫോണിൽ സേവ് ആയിട്ടുണ്ട്. സോ ഈ ഒരു ഹിഡൻ ഫീച്ചർ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് യൂസ് ആകാൻ പോകുന്നത് വീഡിയോയിൽ ഒരു പെർട്ടിക്കുലർ പോർഷൻ മാത്രം എടുത്താൽ മതി എന്നാഗ്രഹിക്കുന്ന ഒരാൾക്കാർക്കാണ്. അതോടൊപ്പം ഫിൽട്ടർ ഓപ്ഷനിലും കുറച്ചധികം ചേഞ്ച് ആയിട്ടുണ്ട്. ഫിൽട്ടർ ഓപ്ഷനിൽ നമുക്ക് ഇനി മുതൽ ഈസി ആയിട്ട് ഫേവറേറ്റ്സ് എടുക്കാൻ പറ്റും. ഇത്രയും നാൾ ഫേവറേറ്റ്സ് എടുത്തോളെന്ന് വെച്ചാൽ കളക്ഷനിൽ പോയിട്ടാണ് നമ്മൾ ഫേവറേറ്റ്സ് ആക്സസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് പകരം ലൈബ്രറിയിൽ തന്നെ ഫിൽട്ടർ ഓപ്ഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ കുറേയധികം ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഫേവറേറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് ഈസി ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. അടുത്ത് വരുന്ന ഹിഡൻ ഫീച്ചറാണ് iMessageൽ ഡ്രോയിങ് എന്നൊരു ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. നേരെ iMessage എടുക്കാം. iMessageൻ്റെ ഇവിടെ കാണുന്ന ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഡ്രോയിങ് എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു പുതിയ ഡ്രോയിങ് ക്യാൻവാസ് ആക്സസ് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു ഓപ്ഷൻ എടുക്കുകയാണ്. കുറച്ച് തിക്കായിട്ടുള്ള ഓപ്ഷൻ എടുത്തു. എവിക്ക എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. ഒരു ലവ് ചിഹ്നം കൊടുത്തു. വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് പോസ്റ്റ് പിടിച്ചാൽ ചിലപ്പോൾ ഒരു നല്ലൊരു ലവ് ഹാർട്ട് അല്ലെങ്കിൽ ഹാർട്ട് ഷേപ്പ് വന്നിട്ടുണ്ട്. ഇവിടെ ടിക്ക് കൊടുത്താൽ നിങ്ങൾക്ക് ആ ഡ്രോയിങ് ഡയറക്റ്റായിട്ട് ഇതേപോലെ ഈസി ആയിട്ട് സെൻഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഓപ്ഷൻ ഡ്രോയിങ് വന്നിരിക്കുന്നുണ്ട് തന്നെ കപ്പിൾസിനും അതേപോലെ ക്രിയേറ്റീവായിട്ടുള്ള കുറേയധികം ഹെഡ്സിനും ഈ പറഞ്ഞ ഡ്രോയിങ് ഓപ്ഷൻസ് യൂസ്ഫുൾ ആയിരിക്കും. അടുത്ത വരുന്ന ഹിഡൻ ഫീച്ചറാണ് കൺട്രോൾ സെൻറ്ററിൽ വന്നിരിക്കുന്ന ഒരു ടൈമറിൻ്റെ ഹിഡൻ ഫീച്ചർ എന്ന് പറയുന്നത്. നേരെ കൺട്രോൾ സെൻറ്റർ എടുക്കാം. ഇവിടെ നിങ്ങൾക്ക് ടൈമർ എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൈനാമിക്കലിൻ്റെ ഈ ഒരു പുതിയ ബ്യൂട്ടിഫുള്ളായ UX ആണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ഒരു ടൈമർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈസി ഓഫ് ആക്സസിൽ ഈ പറയുന്ന ഡൈനാമിക് ലൈനിലേക്ക് നമുക്ക് പോപ്പ് ഔട്ട് ചെയ്യാം. അടുത്തൊരു ഹിഡൻ ഫീച്ചറാണ് കസ്റ്റം പാസ് എന്ന് പറയുന്നത്. നേരെ നമ്മുടെ വാളറ്റ് ആപ്പ് എടുക്കാം. വാളറ്റ് ആപ്പിൽ പൊക്കത്താവുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രിയേറ്റ് എ പാസ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പൊതുവേ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇവൻറ്റുകളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പരിപാടികളൊക്കെ കോൺസെർട്ടൊക്കെ ബുക്ക് ചെയ്യാനാണെങ്കിൽ ഒരു QR കോഡും ചെറിയൊരു പേപ്പർ സ്ക്രീൻഷോട്ട് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആ ഒരു സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ QR കോഡോ
കസ്റ്റം പാസ് ആയിട്ട് നിങ്ങളുടെ ഫോണിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ വെർച്വൽ ഇൻ്റലിജൻസ് ആക്സസ് ആണെങ്കിൽ ജസ്റ്റ് ആ സ്ക്രീൻഷോട്ട് വെർച്വൽ ഇൻ്റലിജൻസ് വഴി സ്കാൻ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി പാസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ല, മാനുവലി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ തൊട്ട് താഴത്ത് ക്രിയേറ്റ് പാസ് മാനുവലി ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് ആണ് വരുന്നത്. ഇപ്പോൾ ജിം മെമ്പർഷിപ്പ് ഇപ്പോൾ ചില സമയത്ത് നമുക്കൊരു ഫോട്ടോ അല്ലെങ്കിൽ ചെറിയൊരു ഡോക്യുമെൻ്റ് ആയിട്ട് വാട്സാപ്പിൽ വരാറുണ്ട്. ആ ഒരു ഡോക്യുമെൻ്റ് QR കോഡും ബാക്കി കാര്യങ്ങളും ആക്സസ് ചെയ്ത് നിങ്ങൾക്കൊരു ജിം മെമ്പർഷിപ്പ് കസ്റ്റമായിട്ട് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഒരു ഇവൻ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ഇവൻറ്റിൻ്റെ പാസ്, അതോടൊപ്പം സ്റ്റാൻഡേർഡായിട്ട് വേറെ എന്തെങ്കിലും ഒരു പാസ്സൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ഈസി ആയിട്ട് വാളറ്റ് ആപ്പിൽ എനിക്കൊരു ക്രിയേറ്റ് ചെയ്യാം. അടുത്തൊരു ഹിഡൻ ഫീച്ചർ ആപ്പിൾ ഇൻ്റലിജൻസ് ആവശ്യമുള്ള ഒരു ഹിഡൻ ഫീച്ചറാണ്. നേരെ ഫോട്ടോസ് എടുക്കാം. ഫോട്ടോസ് ആപ്പിൽ ക്ലീനപ്പ് ഫീച്ചർ ഫാർ ബെറ്റർ ആണ് iOS 26 വെച്ച് നോക്കുമ്പോൾ iOS 27 എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി ഞാൻ എഡിറ്റ് ചെയ്ത ഒരു ഫോട്ടോ ആണ്. ഞാൻ കൺട്രോൾ സെൻറ്ററിൽ പോയി ക്ലീനപ്പ് പോകുമ്പോൾ നിങ്ങൾക്ക് റിട്രീവ് ഉണ്ട്. ഞാൻ റിട്രീവ് ചെയ്ത് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊരു കോംപ്ലക്സ് ആയ ഒരു ഫോട്ടോ ആണ് ഞാൻ ഈസി ആയിട്ട് ക്ലീനപ്പ് ചെയ്തെന്ന് കാണിക്കാം. ജസ്റ്റ് റിട്രീവ് ടു ഒറിജിനൽ കാണിച്ചു. ഇത്രയും ആൾക്കാർ ആ ഒരു ക്രൗഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഒന്നുകൂടെ കൺട്രോൾ സെൻറ്റർ എടുത്തു, അല്ലെങ്കിൽ ഈ പറയുന്ന ഡിവൈസിൻ്റെ ടൂൾസ് എടുത്തിട്ട് ക്ലീനപ്പ് ഓപ്ഷൻ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ആണ് പൊതുവെ വരുന്നത്. പ്രിപ്പയറിങ് ക്ലീനപ്പ് എന്ന് കാണിക്കുന്നുണ്ട്, ക്ലീനപ്പ് പ്രിപ്പയർ ആക്കാനായിട്ട് ഞാൻ പൊക്കത്തെ 2 ഓപ്ഷൻസ് വരും. അത് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ക്ലീനപ്പ് ഓപ്ഷനിൽ ഓട്ടോ ആണ് ഓൾറെഡി വന്നിരിക്കുന്നത്. ഓട്ടോ വരുമ്പോൾ ബാക്കിയെല്ലാ ഹൈലൈറ്റ് ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നത്. അല്ല, ഈ ഓട്ടോയിൽ ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ ഫാസ്റ്റ് ആൻഡ് ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞ 2 ഓപ്ഷൻസും കൂടെ ലഭിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഹൈ ക്വാളിറ്റി സെലക്ട് ചെയ്തു. ഹൈ ക്വാളിറ്റി സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബാക്കി ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാ കാര്യങ്ങളും ഹൈലൈറ്റ് ആയിട്ട് കാണാം. ഞാൻ അതെല്ലാം ഇതേപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പല കാര്യങ്ങളും ഞാൻ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ക്ലീനപ്പ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള കോംപ്ലക്സ് ആയ കാര്യങ്ങൾ ഹൈ ഡീറ്റെയിൽസിലും ഫാസ്റ്റായിട്ട് ചെറിയ കാര്യങ്ങളുള്ളൂ. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ഫോട്ടോയിൽ ചെറിയൊരു ഒബ്ജക്റ്റ് വെച്ചു, അത് മാത്രം എനിക്ക് ഈസി ആയിട്ട് കളയണമെങ്കിൽ ഫാസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്താൽ മതി. ക്വിക്കായിട്ട് നമുക്ക് ഈ പറയുന്ന ഫോട്ടോസിൽ നിന്ന് ആ ഒരു ഒബ്ജക്റ്റ് റിമൂവ് ചെയ്യാം. ഇതേപോലെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇട്ട് ക്ലീനപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലുള്ള ബെറ്റർ റിസൾട്ട്സ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത് വരുന്ന ഹിഡൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മറന്ന ഒരു കാര്യമാണ് നമ്മുടെ ബർത്ത്ഡേ, അതുപോലെ ആനിവേഴ്സറി, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ. എസ്പെഷ്യലി ബോയ്സ് സ്വന്തം ഗേൾ ഫ്രണ്ട്സിന് വരെ ഈ പറയുന്ന ബർത്ത് ഡേറ്റ് മറന്നു പോകാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി മുതൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങളുടെ ഐഫോണിൽ കോണ്ടാക്ട് കാർഡിൽ ആ ഒരു വ്യക്തിയുടെ ബർത്ത് ഡേറ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോൾ ചെയ്യുമ്പോൾ ഒരു ബർത്ത്ഡേ കാർഡ് ഇവിടെ വരും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഞാനിപ്പോൾ എൻ്റെ അമ്മേനെ വിളിക്കുന്നതാണ്. അമ്മേനെ വിളിക്കുമ്പോൾ തൊട്ട് പൊക്കത്ത് കാണാൻ പറ്റും ഒരു ബർത്ത്ഡേ കാർഡ്. ടുഡേ June 13 ബർത്ത്ഡേ ഫൗണ്ട് ഇൻ കോണ്ടാക്ട്സ് എന്ന് കാണിക്കും. ഇതേപോലെ ഈസി ആയിട്ട് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഈ ഒരു ബർത്ത്ഡേ കാർഡ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ വിളിച്ച് കഴിയുമ്പോൾ എന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് നൈസായിട്ട് തടി ഉരാൻ ഇനി മുതൽ നിങ്ങളുടെ ഐഫോൺ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ ഇതൊക്കെ കുറച്ചധികം ഹിഡൻ ട്രിക്സ് ആണെങ്കിലും കുറേയധികം കൂട്ടുകാർക്ക് നല്ല രീതിക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ഫണ്ടമെൻ്റൽ ഫംഗ്ഷൻ തന്നെയാണ്. അടുത്തൊരു ഹിഡൻ ഫീച്ചറാണ് ക്ലിയറിങ് മീഡിയ കൺട്രോൾസ് എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മളിപ്പോൾ പാട്ട് പ്ലേ ചെയ്തിട്ട് പോസ് ചെയ്തിട്ട് നമ്മൾ പോകുമ്പോൾ ഡൈനാമിക്കലിൽ നിന്ന് പോകാറുണ്ട്. പക്ഷേ കുറച്ചധികം നേരം നമ്മുടെ ലോക്ക് സ്ക്രീനിൽ ഇതേപോലെ ആ ഒരു കൺട്രോൾസ് പോപ്പപ്പ് ആയി കിടക്കാറുണ്ട്. ഈ ഒരു പോപ്പപ്പ് നമുക്ക് കഴിഞ്ഞ അപ്ഡേറ്റ് വരെ റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇനി മുതൽ ഇതേപോലെ നിങ്ങൾക്ക് ക്ലിയറിങ് ഓപ്ഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത സമയത്ത് പാട്ട് പോസ് ചെയ്തു നിങ്ങൾക്ക് ആ ഒരു കൺട്രോൾ മീഡിയ വേണ്ടതാണെങ്കിൽ ഇതേപോലെ നിങ്ങൾ ക്ലിയർ ചെയ്തപ്പോൾ നിങ്ങളുടെ വാൾപേപ്പർ കുറച്ചും കൂടെ ബ്രൈറ്റർ ആയതും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതേപോലെ കുറേയധികം ഹിഡൻ ഫീച്ചേഴ്സ് iOS 27 ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഇതേപോലുള്ള കിടിലൻ വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ തൊട്ട് താഴത്ത് നമ്മുടെ എവിക്കയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അവിടെ ഫോളോ ചെയ്താലും നിങ്ങൾക്ക് ലഭിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് Vibin Xavier signing from Evika.